ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക, ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ വികസനത്തിനൊപ്പം പൈതൃകത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിനോട് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ഔപചാരിക സ്വീകരണം നൽകിയിരുന്നു. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി ഗവർണറെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ അജണ്ടയാക്കിയ യോഗത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKയിൽ നിന്ന് 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു. TVKയ്ക്ക് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. 5 MLAമാരാണ് കോൺഗ്രസിന് തമിഴ്നാട്ടിലുള്ളത്. കോൺഗ്രസ് തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് DMK നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കാലതാമസമില്ലാതെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 നേടിയാണ് NDA അസമിൽ വീണ്ടും അധികാരത്തിലെത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2ാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350ഓളം തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ലൈ അദിൽ വിമാനം പറന്നുയർന്നത്. ആകെ 4550 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ലൈ അദിൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെയാണ് 350 തീർത്ഥാടകരുമായി 2ാമത്തെ സർവീസ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.